ഡയമണ്ട്സ്, എരമല്ലൂർ, വടതല. കുമ്പളങ്ങി സെന്റ് പീറ്റേഴ്സ് ഇടവകയുടെ 45 അടി ഉയരമുള്ള ആകാശവിളക്ക് 15-ന് പ്രകാശിക്കും. കുമ്പളങ്ങി സെന്റ് പീറ്റേഴ്സ് ഇടവകയുടെ നേതൃത്വത്തിൽ ഒരുക്കുന്ന 45 അടി ഉയരമുള്ള ആകാശവിളക്കിന്റെ സ്വിച്ച് ഓൺ കർമ്മം 15-ാം തീയതി നടക്കുമെന്ന് ഭാരവാഹികൾ പത്രസമ്മേളനത്തിൽ വ്യക്തമാക്കി. ഡിസംബർ 1-ാം തീയതി 947 വീടുകളിലും നക്ഷത്രം തെളിച്ചുകൊണ്ടും യൂണിറ്റുകളുടെ നേതൃത്വത്തിൽ വിവിധ തരത്തിലുള്ള പുൽക്കൂടുകൾ ഒരുക്കിയും സെന്റ് പീറ്റേഴ്സ് കുമ്പളങ്ങി ഇടവകയിലെ വിശ്വാസി സമൂഹം സ്നേഹത്തോടെ പ്രകാശത്തിന്റെ തമ്പുരാനെ വരവേൽക്കാനായി ഒരുങ്ങുകയാണെന്നും ആകാശമുട്ടയുള്ള ആകാശവിളക്കാണ് അതിന്റെ പ്രധാന ആകർഷണമായി ഒരുക്കുന്നതെന്നും ഭാരവാഹികൾ പറഞ്ഞു. ആകാശവിളക്ക് എന്ന ഒരു പരിപാടിയുമായി കുമ്പളങ്ങി സെന്റ് പീറ്റേഴ്സ് ഇടവക വിശ്വാസി സമൂഹം പ്രകാശത്തിന്റെ തമ്പുരാനെ വരവിനായി ഒരുങ്ങുന്നു. ക്രിസ്മസ് ഓർമ്മകളുടെ ഉത്സവമാണ്. നക്ഷത്രങ്ങൾ, പുൽക്കൂടുകൾ, ക്രിസ്മസ് ട്രീകൾ, പപ്പാഞ്ഞി, ക്രിസ്മസ് കേക്ക് എന്നിങ്ങനെ നീളുകയാണ് അതിന്റെ ഓർമ്മകൾ. ഡിസംബർ 1-ാം തീയതി 947 വീടുകളിലും നക്ഷത്രം തെളിയിച്ചുകൊണ്ടും യൂണിറ്റുകളുടെ നേതൃത്വത്തിൽ വിവിധ തരത്തിലുള്ള പുൽക്കൂടുകൾ ഒരുക്കിയും സെന്റ് പീറ്റേഴ്സ് കുമ്പളങ്ങി ഇടവകയിലെ വിശ്വാസി സമൂഹം സ്നേഹത്തോടെ പ്രകാശത്തിന്റെ തമ്പുരാനെ വരവേൽക്കാനായി ഒരുങ്ങുകയാണ്. ആകാശം മുട്ടയുള്ള ആകാശവിളക്ക്, അതാണ് ഞങ്ങൾ ഇതിന്റെ പ്രധാന ആകർഷണമായി ഒരുക്കുന്നത്. ഇന്ന് കാണുന്ന നക്ഷത്രങ്ങളും അലങ്കാരങ്ങളും വരുന്നതിന് മുൻപ് പ്രചാരത്തിലുണ്ടായിരുന്നതാണ് ആകാശ വിളക്കുകൾ. ചൈനയിലാണ് അവയുടെ ഉത്ഭവ സ്ഥാനമെങ്കിലും പോർച്ചുഗീസുകാരുടെ വരവോടെ 1500-ാം വർഷം ഡിസംബർ 24-ന് ആണ് ആദ്യമായി ഫോർട്ട് കൊച്ചിയിൽ ആകാശ വിളക്കുകളും നക്ഷത്രങ്ങളും. ഇന്ന് കാണുന്ന നക്ഷത്രങ്ങളും അലങ്കാരങ്ങളും വരുന്നതിന് മുമ്പ് പ്രചാരത്തിൽ ഉണ്ടായിരുന്നവയാണ് ആകാശവിളക്കുകൾ. ചൈനയിലാണ് ഇവയുടെ ഉത്ഭവസ്ഥാനമെങ്കിലും പോർച്ചുഗീസുകാരുടെ വരവോടെ 1500-ാം വർഷം ഡിസംബർ 24-ലാണ് ആദ്യമായി ഫോർട്ട് കൊച്ചിയിൽ ആകാശവിളക്കുകളും നക്ഷത്രങ്ങളും കൊണ്ട് ദീപാലങ്കാരത്തിന് തുടക്കം കുറിച്ചത്. പിന്നീട് എപ്പോഴോ പുതിയ ആഘോഷങ്ങൾക്കും അലങ്കാരങ്ങൾക്കും ഇടയിൽ മാഞ്ഞുപോയ പാരമ്പര്യത്തിന്റെ അടയാളം കൂടിയാണത്. അങ്ങനെ ഓർമ്മകളിൽ മാത്രം ഒതുങ്ങിപ്പോകുന്ന നമ്മുടെ നല്ല പാരമ്പര്യങ്ങളെ വീണ്ടെടുക്കാനുള്ള ഒരു ഉണർത്തുപാട്ടായാണ് സെന്റ് പീറ്റേഴ്സ് പള്ളി വിശ്വാസികൾ വലിയൊരു ആകാശവിളക്ക് നിർമ്മിക്കുവാൻ തീരുമാനിച്ചതെന്നും സംഘാടകർ പറഞ്ഞു. സാധാരണയിൽ നിന്നും വ്യത്യസ്തമായി മാലാഖമാർ തോളിലേറ്റ രീതിയിലാണ് ഈ ആകാശവിളക്ക് നിർമ്മിക്കുന്നത്. 45 അടി ഉയരമുള്ള ആകാശവിളക്കിന്റെ നിർമ്മാണ പ്രവർത്തനം ആരംഭിച്ചത് നവംബർ 17-ാം തീയതി മുതലാണ്. അന്നു മുതൽ ഇന്നുവരെ എല്ലാ ദിവസവും വൈകിട്ട് 6 മണി മുതൽ 11 മണി വരെ സെന്റ് പീറ്റേഴ്സ് ഇടവകയിലെ വിവിധ മേഖലകളിൽ ജോലി ചെയ്യുന്ന 30-ൽ പരം തൊഴിലാളികൾ ഒരേ മനസ്സോടെ ഒരേ വികാരത്തോടെ കൂട്ടായ്മയിൽ പ്രവർത്തിച്ചാണ് വലിയ ഉദ്യമം അതിന്റെ പരിസമാപ്തിയിലേക്ക് എത്തിക്കുന്നത്. വികാരി ജോയ് ചക്കാലക്കലിന്റെയും അസോസിയേറ്റ് വികാരി പ്രസാദ് കണ്ടത്തിപ്പറമ്പിലിന്റെയും സഹവികാരി ജോസ്മോൻ പള്ളിപ്പറമ്പിലിന്റെയും അനുഗ്രഹത്തോടെ ഷാജി ബാവക്കാട്, ജോയി മാനുവൽ, ടോമി പുത്തൻ ചക്കാലക്കൽ, ജോർജ് പുളിമനയത്ത്, ജോ അമ്പലത്തിങ്കൽ എന്നിവരുടെ നേതൃത്വത്തിലാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ സജീവമായി മുന്നോട്ട് പോകുന്നത്. ഇതിൽ 3D അടക്കം ഡിസൈൻ ചെയ്തതും വെൽഡിംഗ് ജോലികൾ നിർവഹിച്ചതും അലങ്കാരങ്ങൾ ഒരുക്കിയതുമൊക്കെ ഇടവക അംഗങ്ങൾ തന്നെയാണ്. ആഘോഷങ്ങൾക്കപ്പുറം കൂട്ടായ്മയുടെയും ഒത്തുചേരലിന്റെയും അനുഭവമാണ് ഇവയെല്ലാം കൂടുതൽ ഹൃദ്യമാക്കുന്നത്. എല്ലാ ദിവസവും നിർമ്മാണ പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കുന്നവർ പല മേഖലകളിൽ ജോലി ചെയ്യുന്നവരാണെങ്കിലും അവരുടെ സൗഹൃദങ്ങൾ വളരാനും പിണക്കങ്ങൾ മറന്ന് ഒന്നിച്ച് പ്രവർത്തിക്കാനും സ്ത്രീകൾ വീടുകളിൽ ഒന്നിച്ചു ചേർന്ന് ഭക്ഷണം തയ്യാറാക്കാനും അങ്ങനെ തയ്യാറാക്കി കൊണ്ടുവരുന്ന ഭക്ഷണം ഒന്നിച്ചിരുന്ന് കഴിക്കാനും ഇടവക അംഗങ്ങൾ എല്ലാവരും ഒരേ മനസ്സോടെ പ്രവർത്തിക്കുന്ന ഒരു അനുഭവത്തിനും ആകാശവിളക്ക് കാരണമാവുന്നതായി ഭാരവാഹികൾ പറഞ്ഞു. അതിനുവേണ്ടി മിനക്ക ഇടവകയിൽ നിന്ന് എല്ലാവരെയും കണ്ട് കോർഡിനേറ്റ് ആരും പറയുകയുണ്ടായി. അതിന്റെ വെളിച്ചത്തിൽ എല്ലാവരെയും കൂട്ടിച്ചേർത്ത് മീറ്റിംഗ് കൂടി എല്ലാ ഇടവകയിലെ എല്ലാ വെൽഡേഴ്സ്, പ്രത്യേകിച്ച് വെൽഡേഴ്സ്, മറ്റെല്ലാ മേഖലയും വർക്ക് ചെയ്യുന്ന ജോലിക്കാരെല്ലാവരും ഉണ്ടായിരുന്നു. അവരെല്ലാവരും ജോലി കഴിഞ്ഞിട്ട് അവരുടെ 6 അല്ലെ 7, 8 മണിക്ക് വന്ന് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ 10, 10:30, 11 മണി വരെ കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്തിട്ടാണ് നമുക്ക് ഈ ഒരു ആകാശവിളക്ക് ഇങ്ങനെ ഇത്രയും നന്നായിട്ട് നമുക്ക് ഇത് ചെയ്യാൻ കഴിഞ്ഞത്. അത് 2 ദിവസത്തിനുള്ളിൽ എന്റെ പണി നാളെയും കൊണ്ട് വേണ്ടൊക്കെ പൂർത്തിയാവും. അപ്പോൾ അതിന്റെ പിന്നിൽ പ്രത്യേകിച്ച് ജോയിസ് ഞങ്ങൾക്ക് തന്നൊരു പിന്തുണ വളരെ വലുതാണ്. അപ്പോൾ അതിന് വേണ്ടി പ്രവർത്തിച്ച ഇടവക്കാർ വളരെ ആത്മാർത്ഥമായിട്ട് പലരും പല അഭിപ്രായമുള്ള പല ആളുകളും ഒരേ മനസ്സോടെ ഇത് വിജയിപ്പിക്കാൻ
ഒത്തുചേർന്നു എന്നുള്ള എൻ്റെ ഒരു വിജയമായിട്ട് ഞാൻ കാണുന്നത്. അപ്പോൾ അതിന് സഹകരിച്ച 1-ാം തീയതി മുതൽ 16-ാം തീയതി വരെ എല്ലാ കുടുംബ യൂണിറ്റുകളിലും ഇടവകയുടെ നേതൃത്വത്തിൽ ക്രിസ്മസ് കരോൾ നടത്തി വരുന്നുണ്ട്. 15-ാം തീയതി വൈകിട്ട് 6:30 വിശിഷ്ട വ്യക്തികളുടെ സാന്നിധ്യത്തിൽ ആകാശവിളക്ക് ദേവാലയത്തിന് മുന്നിൽ പ്രകാശിപ്പിക്കും. 15-ാം തീയതി മുതൽ 22 വരെ പുൽക്കൂടുകൾ ഒരുക്കും. 24-ന് തിരുപ്പിറവി ബലിയർപ്പണ ആഘോഷങ്ങളും നടക്കും. തുടർന്ന് 29-ാം തീയതി കുമ്പളങ്ങി ഫെറോനയിലെ എല്ലാ ഇടവകകളും ചേർന്ന ഫെറോന വികാരിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന സാന്താ റാലിയിലും പങ്കെടുത്തുകൊണ്ടാണ് ആഘോഷങ്ങൾക്ക് സമാപനമാവുന്നതെന്നും സംഘാടകർ പറഞ്ഞു. പത്രസമ്മേളനത്തിൽ ഫാദർ ജോസഫ് ജോസ്മോൻ പള്ളിപ്പറമ്പിൽ, ഷാജി ബാവക്കാട്, ടോമി പുത്തൻചക്കാലക്കൽ, ജോയി മാനുവൽ, ജോർജ് പുളിമനേത്ത് എന്നിവരും പങ്കെടുത്തു. 1-ാം തീയതി മുതൽ ആരംഭിച്ച് 31-ാം തീയതി വരെ നീണ്ടു നിൽക്കുന്ന കാര്യപരിപാടികളാണ് അതിനുവേണ്ടി ആസൂത്രണം ചെയ്തത്. അതിലെ ഏറ്റവും ആദ്യത്തെ പരിപാടിയായിട്ട് 1-ാം തീയതി എല്ലാ ഇടവക കുടുംബങ്ങളിലും 947 കുടുംബങ്ങളുള്ള ഞങ്ങളുടെ ഇടവകയിലെ എല്ലാ കുടുംബങ്ങളിലും നക്ഷത്രങ്ങൾ തെളിച്ചുകൊണ്ട് അത് ആരംഭിക്കുക എന്നുള്ളതായിരുന്നു. 1-ാം തീയതി വൈകിട്ട് 6:30 ദേവാലയത്തിലെ നക്ഷത്രം, വലിയ നക്ഷത്രം നമ്മൾ തൂക്കി അത് തെളിച്ചുകൊണ്ട് വിളംബരം നടത്തുകയും ആ വിളംബരം കേട്ട ഉടനെ എല്ലാ കുടുംബങ്ങളും അവരുടെ വീട്ടിലെ നക്ഷത്രങ്ങൾ തെളിക്കുകയുമായിരുന്നു. അതിൽ നിന്ന് ആരംഭിച്ച് ഓരോ ദിവസവും 1-ാം തീയതി മുതൽ ഓരോ ദിവസവും യൂണിറ്റുകളുടെ സംഗമങ്ങൾ നടക്കുകയും അവിടെ ഇടവകയുടെ നേതൃത്വത്തിലുള്ള കരോളുകൾ അവതരിപ്പിക്കുകയും ചെയ്തു വരുന്നു. അതിനോടൊപ്പം തന്നെ ഇപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഏറ്റവും ആകർഷകമായ ഒരു വലിയ ആകാശവിളക്ക് വരുന്ന 15-ാം തീയതി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് അത് വലിയൊരു പാരമ്പര്യത്തിന്റെ ഓർമ്മപ്പെടുത്തലായിട്ട് വീണ്ടും കൊണ്ടുവരാനായിട്ട് ആഗ്രഹിക്കുന്നു. അതിനുശേഷം 15-ാം തീയതി മുതൽ 22-ാം തീയതി വരെ പുൽക്കൂട് നിർമ്മാണങ്ങളാണ്. ഓരോ യൂണിറ്റുകളും അവരുടെ കഴിവുകൾ ഉപയോഗിച്ചുകൊണ്ട് 20-ലധികം പുൽക്കൂടുകൾ പള്ളിക്ക് മുന്നിൽ നമ്മൾ ഒരുക്കും. 1.5 ലക്ഷം രൂപ ചെലവഴിച്ചാണ് ആകാശവിളക്കുകൾ സ്ഥാപിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, തൊപ്പുംപടി.